നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഒരു രേവതി നക്ഷത്രക്കാരനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചില അത്ഭുത മാറ്റങ്ങൾ 2026 സംഭവിക്കാൻ പോവുകയാണ്. 2026 ഫെബ്രുവരി മാസം 25 ശേഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വസന്തം വിരിയുന്ന ദിവസങ്ങളാണ് 2026 രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക. രാജയോഗ തുല്യമായ ജീവിതത്തിലേക്കാണ് രേവതി നക്ഷത്രക്കാർ നടക്കുന്നത്. ഇതിലും മികച്ച സമയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഇനി ഉണ്ടായി വരിക എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സുവർണ നേട്ടങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ്. രേവതി നക്ഷത്രക്കാരുടെ 2026 ഏറ്റവും സമഗ്രവും ആധികാരികവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത്. കേട്ടു നോക്കൂ, ജീവിതത്തിലെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കാം. ഇന്ന് രേവതി നക്ഷത്രക്കാരുടെ രാശി നോക്കുന്ന സമയത്ത് എല്ലാവിധ കാലദോഷങ്ങളെയും സമസ്ത ശനിദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന സാക്ഷാൽ സുവർണ ഭൈരവനാണ് അവതരിച്ചത്. ആരാ ഈ സുവർണ ഭൈരവൻ? ദേവന്മാരിൽ ദേവനായ സാക്ഷാൽ മഹാദേവൻ, കാശിയിലെ ദേവൻ. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും കാലദോഷങ്ങളെയും ശനിദോഷങ്ങളെയും സുവർണ ഭൈരവൻ നീക്കുകയാണ്. ജീവിതത്തിലേക്ക് സുവർണ നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഒരുപാട് വർഷങ്ങളായി രേവതി നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഒരുപാട് വർഷങ്ങളായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമാണ് 2026. വർഷങ്ങളായി രേവതി നക്ഷത്രക്കാർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഈ കാര്യമൊന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ച ആ കാര്യം, നിങ്ങളുടെ തലവര മാറുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച ആ കാര്യം, സുവർണ ഭൈരവ ഭഗവാൻ നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുന്ന മാസങ്ങളാണ്, ദിവസങ്ങളാണ് 2026 ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ജാതക പ്രകാരം അല്ലെങ്കിൽ ഗ്രഹനില പ്രകാരം ഉള്ള ദോഷങ്ങൾക്ക് പരിഹാര കർമ്മം കൂടി ചെയ്തു കഴിഞ്ഞാൽ സുവർണ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഏറെ ലഭിക്കുന്ന വർഷമായിരിക്കും 2026. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി ധാരാളം പണം കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ധനസൗഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ് 2026 പുതുവർഷം. ചെറുകിട കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും വലിയ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ വലിയ രീതിയിലുള്ള ധനലാഭങ്ങൾ, സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ്. ഒരുപക്ഷെ രേവതി നക്ഷത്രക്കാരായ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് അവിടെ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അതല്ല, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ, സാധാരണ തൊഴിലുകൾ ചെയ്യുന്നവരാണെങ്കിൽ വർഷം മുഴുവൻ നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. അതിലൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ധനസൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ വിസ്മയം തീർക്കുന്ന വർഷമാണ് പുതുവർഷം. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്ത് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മികച്ച ശമ്പളത്തോടു കൂടിയുള്ള തൊഴിലവസരങ്ങൾ അവിടെ തന്നെ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് 2026. പൊതുജോലികൾ തേടുന്നവർക്കും വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സർക്കാർ മേഖലകളിൽ ജോലി തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർ തിരിച്ചു പോരേണ്ടി വരുമെന്നുള്ള ആശങ്കയിലാണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. പഠന കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും 2026. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പാർട്ട് ടൈം ജോലിക്കായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നിരുന്നില്ല. എന്നാൽ പുതിയ വർഷത്തിൽ 2026 ഫെബ്രുവരി മാസത്തിന് ശേഷം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ എത്ര സാധാരണക്കാരായിരുന്നാൽ പോലും ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് പുതുവർഷം. ഒട്ടേറെ സാമ്പത്തിക ബാധ്യതകൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളൊക്കെ തീർക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, വർഷാവസാനത്തോടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും സാധിക്കും. ഷെയർ മാർക്കറ്റിംഗ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് 2026. ഏതാണ്ട് 10-23 വർഷക്കാലത്തെ ദുരിതകാലത്തിന് ശേഷമാണ് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യപൂർണമായൊരു വർഷം വന്നു ചേരുന്നത്.
പറഞ്ഞറിയിക്കുന്നതിലും വലിയ ദുരിത ജീവിതമായിരുന്നു രേവതി നക്ഷത്രക്കാരായ പലരും അനുഭവിച്ചുകൊണ്ടിരുന്നത്. കഷ്ടകാലങ്ങളിലൂടെ, മനപ്രയാസങ്ങളിലൂടെ, മാനസിക വിഷമതകളിലൂടെയുള്ള ഒരു യാത്ര. ആ യാത്രയിൽ പലപ്പോഴും രേവതി നക്ഷത്രക്കാർ തളർന്നു പോയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതമെന്ന് പല തവണകളിൽ ചിന്തിച്ചിട്ട് പോലുമുണ്ട്. അത്രയ്ക്ക് ദുഷ്കരമായൊരു ജീവിതമായിരുന്നു രേവതി നക്ഷത്രക്കാരുടേത്. രേവതി നക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒട്ടനവധി നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്തിനാണെന്നറിയില്ല, ജീവിതത്തിൽ പങ്കാളികൾ പോലും വേർപ്പെടുത്തി നിർത്തി. ഉറങ്ങാൻ പോലും കഴിയാത്ത ദിവസങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ പോലും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെയാണ് ഇവർ കഴിഞ്ഞ 10-23 വർഷക്കാലമായി ജീവിച്ചു പോരുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ, അതിനിടയ്ക്ക് കനത്ത ശത്രുദോഷങ്ങൾ, പല വഴികളിൽ കൂടി ദുർമന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും എല്ലാം ഏറ്റിട്ടുണ്ട്. ശാപവാക്കുകൾ, എരിച്ചിൽ, വിളിച്ചപേക്ഷകൾ എല്ലാം ഏറ്റിട്ടുണ്ട് രേവതി നക്ഷത്രക്കാർക്ക്. എന്നും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ പോലും പല രീതിയിലുള്ള ചതിയും വഞ്ചനയും കാട്ടിയിട്ടുണ്ട്. തെറ്റുകളിലേക്ക് വഴുതി പോയ സന്ദർഭങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് രേവതി നക്ഷത്രക്കാരായ പലരുടെയും ജീവിതത്തിൽ. ചില ബന്ധങ്ങൾ ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിലും എത്തിയിട്ടുണ്ട്. ചിലർക്കാകട്ടെ ക്യാഷ് ഉണ്ട്, ജോലിയുണ്ട്, പക്ഷെ മനസമാധാനമില്ല, എപ്പോഴും ടെൻഷൻ മാത്രം. ജോലി സ്ഥലത്ത് പാര വയ്ക്കുന്ന സഹപ്രവർത്തകർ. അങ്ങനെ ജീവിതം വല്ലാത്തൊരു വിഷമസന്ധിയിലൂടെയാണ് ഇവരുടെ പോകുന്നത്. ചിലർക്കാകട്ടെ കടുത്ത ശത്രുദോഷങ്ങൾ മൂലം ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ എന്തോ വല്ലാത്തൊരു ക്ഷീണം ഇവരെ അസ്വസ്ഥരാകുന്നു. ഒന്ന് ഉറങ്ങാൻ പോലും നല്ലവണ്ണം കഴിയുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ശാരീരിക അവശതകൾ ഫീൽ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില രേവതി നക്ഷത്രക്കാരായിട്ട് പങ്കാളികൾക്കുണ്ടായിട്ടുള്ള ചില അവിഹിത ബന്ധങ്ങൾ വല്ലാത്തൊരു മാനസിക പ്രയാസങ്ങളിൽ ആക്കിയിട്ടുണ്ട്. ചിലരാകട്ടെ ചില ബന്ധങ്ങളിൽ ചെന്ന് ചാടി പിന്നീടാണ് അതൊരു ചതിക്കുഴിയായിരുന്നു, വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ചിലരാകട്ടെ പ്രിയപ്പെട്ടവരെന്ന് കരുതി ചിലർക്ക് പണവും സമ്പാദ്യവും എല്ലാം നൽകി. പക്ഷേ അത് തിരികെ കിട്ടാതെ ഇപ്പോൾ വിഷമിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ്. മറ്റു ചിലർക്കാവട്ടെ നല്ല രീതിയിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ധനനഷ്ടങ്ങൾ വന്നു ചേരുന്നു. കച്ചവടം ഇല്ലാതായി മാറി. പോകാവുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോയി ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ചു. യാതൊരു പ്രയോജനവുമില്ല. പൂർത്തീകരിക്കാൻ കഴിയാതെ ഭവന നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുമുണ്ട്. ചിലർക്കാകട്ടെ പല രീതികളിൽ വരുമാനം വരുന്നുണ്ട്. പക്ഷെ വരുമാനത്തിന്റെ ഇരട്ടി ചെലവാണ്. 5 പൈസ കയ്യിൽ നിൽക്കുന്നില്ല. അതിനു പുറമെ മക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ. ഇന്ന് രാശി നോക്കുന്ന സമയത്ത് മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരെ കണ്ടു. പ്രായമേറെയായിട്ടും വിവാഹബന്ധം വന്നു ചേരുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, നല്ലൊരു തൊഴിലിനായി വർഷങ്ങളായി പരിശ്രമിക്കുന്നു, ലഭിക്കുന്നില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വിദേശത്തും മറ്റും പഠിപ്പിച്ചു, എന്നിട്ടും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നുള്ള അങ്കലാപ്പിലാണ് പലരും. ചിലരുടെ വിവാഹ ബന്ധങ്ങൾ വേർപെടുന്ന അവസ്ഥയിൽ ഇപ്പോൾ തന്നെ സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്നു. ഇങ്ങനെ പല വഴികളിൽ കൂടി ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് കഴിഞ്ഞ 10-23 വർഷക്കാലമായി രേവതി നക്ഷത്രക്കാരിൽ ഒട്ടുമിക്ക ആളുകളും സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ടെൻഷനുകളും മാനസിക സമ്മർദ്ദങ്ങളും മനപ്രയാസങ്ങളും എല്ലാം തീരാൻ പോവുകയാണ്. 2026 നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമായി വന്നു ചേരുകയാണ്. നിങ്ങളുടെ മഹാദശയും അന്തർദശയും കൂടി ഒന്ന് നോക്കുക. ജനന സമയത്തെ ഗ്രഹനില പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക. കുടുംബദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുക. ജീവിതം നിങ്ങൾക്ക് വെച്ചടി ഉയരത്തിലേക്ക്, കുതിച്ചുയരുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ പറിച്ചു നടുവാൻ കഴിയും. വിഷമിക്കേണ്ടതില്ല. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ്. അത് ഏതെല്ലാം രീതിയിലാണെന്ന് വിശദമായി തന്നെ പറയാം. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ
ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഇടവം, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026-ൽ ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026-ൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5-ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5-ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടുപോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം.
പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026-ൽ ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും, മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി, അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ, നെറിവോടെ, നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാ ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026-ൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.